ബൈ ഗുഡ് മോർണിംഗ്. ഹാപ്പി ഈസ്റ്റർ. രാവിലെ തന്നെ എന്താ പരിപാടി? രാവിലെ തന്നെ ഇന്ന് നമ്മള് ഈസ്റ്റർ ആഘോഷിക്കാൻ പോവാണ്. കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ പറയടാ. ഹാപ്പി ഈസ്റ്റർ പറയടാ. പാലൊക്കെ കളയുന്നു. നിന്നുണ്ടല്ലോ ഒറാച്ച. പാലൊക്കെ ദേ ഇവിടെ കളഞ്ഞു. ചെക്കാപ്പി ഡാ എടാ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ അവറാച്ച, എല്ലാവരോടും ഹാപ്പി ഈസ്റ്റർ പറഞ്ഞാടാ. പപ്പ എന്ന് പറഞ്ഞേ. പപ്പ 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 എന്ന് പറഞ്ഞാൽ എടുക്കും ഇവിടുന്ന്. എവിടെ ഇല്ലപ്പായി പറയില്ല എന്നുള്ള ഭാഷയാണ്. ഞാൻ നല്ല തിരക്കിട്ട പരിപാടിയിലാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ കൊച്ചിനെ മാനേജ് ചെയ്യുന്നു. അച്ഛൻ നല്ല എന്ത് ബിരിയാണി അച്ഛൻ ഉണ്ടാക്കുന്നേ? നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. നമുക്ക് ഈസ്റ്റർ ഒന്നും ഇല്ല അല്ലേ ശരിക്കും? വലിയ ആഘോഷമൊന്നുമില്ല. അതെ, ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഭക്ഷണം വെക്കുന്നു മാത്രമേ ഉള്ളൂ. വേറെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക്. തലശ്ശേരി ബിരിയാണിയാണ്. എല്ലാ സംഭവങ്ങളും സെറ്റായി. തലശ്ശേരി ബിരിയാണി എന്ന് പറയുമ്പോൾ വലിയ മസാലയൊന്നും ഇല്ലാതെ എന്താ പറയാ, ഭയങ്കര ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബിരിയാണിയാണ്. അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ജിഞ്ചർ ഗാർലിക്, അതുപോലെ ചില്ലി, അതിൻ്റെ ഒരു ക്രഷ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ ആസ് ഓൾവേസ് മിന്റ്, കൊറിയാണ്ടർ ലീഫ്, പിന്നെ ചിക്കൻ, തക്കാളി, ഇതിലിടാനുള്ള സവോള, അത് വറക്കാനുള്ള സവോള, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തി. ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ പ്രിപ്പറേഷൻ കാണിച്ചു തരാം. നമ്മള് ആദ്യം നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പ് വറുത്തിട്ട് നമുക്ക് ഉള്ളി വറക്കുവാണ്. നമുക്ക് ഗ്രേവിക്കും ഉള്ളി ആവശ്യമുണ്ട്, അതുപോലെ നമുക്ക് ദം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. അവറാച്ചാ. പിന്നെ ഇവിടെ നമ്മള് നമ്മുടെ മസാല ചിക്കൻ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ആദ്യം എന്താണ് നമ്മളതിന് ഉള്ളി ഇട്ടു. ഉള്ളി വഴറ്റാം. ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഇതിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാങ്ങി, കാരണം ചിക്കനും കുക്ക് ആവാനുണ്ടല്ലോ. ഉള്ളി ഒന്ന് ക്യാരമലൈസ് ആയി കിട്ടിയാൽ മതി. ഓക്കെ, ഇതിലോട്ട് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യും. നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. നമ്മളിതിൽ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ചിക്കൻ കുറച്ചും കൂടി ഒന്ന് വറ്റാനുണ്ട്. നമ്മളത് ആഡ് ചെയ്തു. നെക്സ്റ്റ് സാധനം ആഡ് ചെയ്യുമ്പോൾ കാണിക്കാം. ഇനി നമ്മൾ ഈ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമ്മളിതിലായിട്ട് തക്കാളി ആഡ് ചെയ്യുന്നു. തക്കാളി മാത്രമല്ല, തക്കാളീൻ്റെ കൂടെ നമ്മൾ ഒരു 2 സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്യണം. അതുപോലെ ഇത് നമ്മൾ നൈസായിട്ട് ഒന്ന് ഇളക്കുന്നു. ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ട് നമ്മുടെ മസാല. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇടാനുണ്ട് ഇതിൽ. ആ സ്റ്റേജിൽ കാണിക്കാം. അങ്ങനെ കഴിച്ച് നമ്മുടെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വറുത്ത ഉള്ളി ഇതിലിടണം കേട്ടോ. നമ്മൾ വറുത്ത ഉള്ളി ഇട്ടു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, മസാലയിൽ നിന്ന് ചിക്കനിൽ നിന്ന് ഒരു മണമൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഒരുത്തിന് ചോറും തൈരൊക്കെ കൊടുക്കണ പരിപാടിയിലാണ്. ഇനി അടുത്ത സ്റ്റേജ് വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ എന്താ പറയുക ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തി. ഇനി ഇതിൽ നമ്മൾ ഒരു പീസ് ലെമണും വേണം, പിന്നെ അതുപോലെ മിൻറ്റും കൊറിയാണ്ടറും. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ഇളക്കി. വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ വേറൊരു മസാല ഉണ്ട്, അത് നമ്മൾ ഇടുമ്പോൾ കാണിച്ചു തരാം. നമ്മളിതിന് കുറച്ച് മസാല ഇടുകയാണ്. മസാല മീൻസ് ഒരു കൈൻഡ് ഓഫ് ഗരം മസാലയാണ്. അത് മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. ഇനി നമ്മൾ ഉപ്പും കൂടെ നോക്കിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യില്ലേ. ഉപ്പ് നോക്കണം, മെയിൻ ആളാട്ടോ. മതി. അപ്പോൾ നമ്മൾ മസാല സെറ്റ് ചെയ്തിട്ട് ഇനി ചെയ്യുന്നത് ഗീ റൈസ് അല്ലെങ്കിൽ നെയ്ച്ചോറ്. എന്നിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ഇത് ചെയ്യുന്നത് ദം ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം വോൾ സ്പൈസസ് ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് സവോള, അങ്ങനെ നമ്മൾ വോൾ സ്പൈസസും കുറച്ച് സവോളയും സംഭവങ്ങളൊക്കെ ഇട്ടു. അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ നേരത്തെ മസാല ഇട്ട് ക്രഷ് ചെയ്ത് ഇതെല്ലാം റൈസിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കേട്ടോ. നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോണ്ടല്ലോ, നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് കൈമ റൈസ് ആണ്.
ഒന്ന് പിടിക്കുക. ഏതാ ഇതാ കൈമറയിട്ട് നമ്മൾ ഈ റൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറക്കണം. വറുത്തിട്ട് പിന്നെ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അത് ചൂടുവെള്ളം ഒഴിച്ച് ഇത് വറ്റിച്ചിട്ടാണ് നമ്മൾ ഗീ റൈസ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ദം ചെയ്യും. ഇനി അപ്പം കാണിക്കാം. ചെക്കൻ ഇവിടെ കച്ചറ മടുത്തു, അതാണ്. ഓ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജായിട്ട് നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്തു. മെയിൻ ടൈം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഓരോരുത്തരായിട്ട് എത്തി. നമ്മൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ദമ്മൊക്കെ മാറ്റി. എല്ലാം നല്ല സെറ്റായിരുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യത്തെയും അത്ര ഒരു ടേസ്റ്റ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയില്ല. എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു മിസ്സിങ് വന്നു, തിരക്കിട്ട് ഉണ്ടാക്കിയതുകൊണ്ട്. എന്നാലും ഓക്കെ ആയിരുന്നു, നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പിന്നെ റൈസും അതുപോലെ മസാലയൊക്കെ വേറെ മാറ്റി നമ്മളിത് സെർവ് ചെയ്തു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അഭിപ്രായമൊക്കെയാണ് നമ്മുടെ ബിരിയാണിക്ക് തന്നത്. അങ്ങനെ നമ്മുടെ അവറാച്ചന് പുതിയൊരു കമ്പനിക്കാരനെ കൂടെ കിട്ടി. അവറാച്ചൻ്റെ പുതിയ ഫ്രണ്ടാണ് ഹാപ്പി. ലോയൽ ബ്രോയിൻ്റെ ഡോഗാണ്, 2 വയസ്സുണ്ട്. ഹാപ്പി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, നമ്മുടെ എല്ലാവരും കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിയും ഈശ്വറിൻ്റെ ഓരോ വിശേഷങ്ങൾ പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിട്ട് നിന്ന്. അവറാച്ചൻ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഭയങ്കര സോഷ്യലായിരുന്നു ആൾ. അങ്ങനെ കിരണും ആനന്ദും ഫസ്റ്റ് തന്നെ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക, പുറത്തൊക്കെ നിന്ന് നല്ല വെതറായതുകൊണ്ട് വെയിലൊക്കെ കൊണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. കാരണം നമുക്ക് വേറെ പാർട്ടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഈസ്റ്റർ മൺഡേ ആണ്. ഈസ്റ്റർ മൺഡേ നമ്മുടെ എൽദോസും അതുപോലെ അലനും വന്നു. ഈ സൈക്കിൾ നമുക്ക് നമ്മുടെ ഋതുവും സിയോണും കൂടെ അവറാച്ചിന് കൊടുത്താണ്. അടിപൊളി ടോയ് ആയിട്ടോ. അടുത്തത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിരുന്നതാണ്. പിന്നെ അവൻ്റെ മാമന്മാർ ഒരുപാട് ടോയ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അതെല്ലാം ഇന്നിപ്പോൾ രാവിലെ ഇൻസ്റ്റാളിങ്ങും അതുപോലെ അവറാച്ചൻ അതിൻ്റെ പുറത്തൊരേ കളിയായിരുന്നു ഒന്ന്. അങ്ങനെ ഒരുപാട് ടോയ് കിട്ടിട്ടോ നമ്മുടെ അവറാച്ചന്. ഇവരാണ് ഒരുപക്ഷെ ഒരുപാട് ടോയ് ആയിട്ട് വന്ന ആദ്യത്തെ ആൾക്കാർ. ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 8-9 സെറ്റ് ടോയ് ആയിട്ടാണ് വന്നത്. എല്ലാം അത്യാവശ്യം വിലയുള്ള സാധനങ്ങളാണ്. അവറാച്ചൻ്റെ അളിയനും അതുപോലെ നമ്മുടെ അരനുമായിട്ട് വന്നു. അവറാച്ചൻ അവരായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഈ ഒരു സാധനം അവറാച്ചന് ഭയങ്കര ഇഷ്ടമായി. അവറാച്ചൻ ഇപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ കേട്ടോ. കാരണം അവനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് ഭയങ്കര സന്തോഷമായി അവന്. അപ്പോൾ എന്താ പറയുക, എല്ലാവരോടും അവറാച്ചൻ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈശ്വറിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗൈസ്.